നമസ്തേ. ഓരോ വർഷം കഴിയും തോറും ഓരോ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ പലവിധ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. അതായത് ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ച് ചില നക്ഷത്ര ജാതകർക്ക് ഭാഗ്യവും ദൈവാധീനവും വർദ്ധിച്ചു വരുന്നു. എന്നാൽ 2026 ഭാഗ്യം തെളിയുവാൻ പോകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ചില നക്ഷത്ര ജാതകർ ഉണ്ട്. അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ പോകുകയാണ് 2026 ഗ്രഹമാറ്റങ്ങൾ. കന്നിക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരാര ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യപ്പെരുമഴയുടെ കാലമാണ് വന്നുചേരുന്നത്. ആയതിനാൽ ഈ കാലഘട്ടത്തിനെ നിങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയും കഷ്ടപ്പാടുകളിൽ നിന്നും ഉയർച്ചയിലേക്ക് സഞ്ചരിക്കുവാൻ കഴിയുകയും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അപ്രതീക്ഷിതമായി വന്നു ചേരുകയും പ്രശസ്തിയും അംഗീകാരവും ലോട്ടറിയിൽ നിന്നും ചില പ്രൈസുകൾ ലഭിക്കുകയും ഗൃഹത്തിൽ സമാധാനവും സന്തോഷവും വന്നുചേരുകയും ഫലമാകുന്നു. ഇവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: ചാരവശാൽ കണ്ടകശനി കാലമായതിനാൽ ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുന്നത് പൂർണ്ണമായും ഉത്തമമാകുന്നു. കഴിയുന്നതും ശാസ്താക്ഷേത്ര ദർശനവും ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും ഹനുമാൻ ക്ഷേത്ര ദർശനവും ഹനുമാന് വടമാല സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാകുന്നു ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം. സ്വർണത്തിൽ നിന്നും വസ്ത്രത്തിൽ നിന്നും കൃഷിയിൽ നിന്നും കൂടുതൽ ധനവർദ്ധനവുണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുപോലെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാകുന്ന കാലഘട്ടവുമാകുന്നു. വൃശ്ചികക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്ര ജാതകരുടെ ഭാഗ്യം പതുക്കെ പതുക്കെ തെളിഞ്ഞു വരുന്ന കാലഘട്ടമാണ് 2026. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുമെങ്കിലും ജൂൺ മാസത്തോടെ ഇവർക്ക് ഭാഗ്യവർദ്ധനവ് കുതിച്ചുയരുവാൻ പോകുകയാണ്. ഇതുവരെയുണ്ടായിരുന്ന കടബാധ്യതകളെല്ലാം തീരുകയും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയും പലവിധ സമ്മാനങ്ങൾ ലഭിക്കുകയും തൻ്റെ ജോലി കൃത്യസമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുവാൻ കഴിയുകയും ചില ദീർഘദൂര യാത്രകൾ വഴി പുതിയ ബന്ധങ്ങൾ വന്നു ഭവിക്കുകയും ആ ബന്ധങ്ങൾ വഴി ജീവിതത്തിന് പുതിയൊരു വഴിത്തിരിവുണ്ടാകുകയും ഫലമാകുന്നു.